കൂടുതൽ അഡ്വക്കേറ്റ്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് നടക്കുമല്ലോ. അതുകൊണ്ടായിരുന്നു നിന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞങ്ങൾ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ശരിക്കും അവഞ്ചേഴ്സിനെ പോലെയാണ്. ഞങ്ങളെ പോലെയുള്ള ഫ്രണ്ട്സിനെ കിട്ടിയതിൽ നീ അഭിമാനിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്രണ്ടും ഹ്യുനുവിനോട് സംസാരിക്കുമ്പോഴത്തേക്കും നീ നിന്റെ എക്സുമായിട്ട് ഒന്നിച്ചു എന്നൊക്കെ പലരും പറയുന്നത് ഞാൻ കേട്ടു. അതൊക്കെ സത്യമാണോ എന്ന് അറിയുവാനായിട്ടായിരുന്നു ഞാനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെയാണ് ഹ്യുനുവിന്റെ മറ്റൊരു ഫ്രണ്ട് പറയുന്നത്. ഹ്യുനുവും ആ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് കുറച്ച് പേപ്പേഴ്സ് ഒക്കെ നൽകിയതിനു ശേഷം ഈ ഒരു പണമൊക്കെ എവിടേക്കാണ് പോയതെന്ന് കണ്ടെത്താമോ എന്നൊക്കെ ഒരു സഹായവും ചോദിക്കുകയാണ്. കമ്പനിയിൽ ഉണ്ടായിരുന്ന ജോലിക്കാരെയും കീറിയ പേപ്പേഴ്സ് എല്ലാം തന്നെ കളയുവാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും വെജിറ്റബിൾ ജ്യൂസ് ഒക്കെ കൊടുക്കുന്ന ആളും അവരുടെ കയ്യിൽ നിന്നും ആ ഒരു പേപ്പേഴ്സ് എല്ലാം തന്നെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കളഞ്ഞോളാം എന്ന പേരിലായിരുന്നു അയാളെ പേപ്പേഴ്സ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും അയാളെ പേപ്പേഴ്സ് എല്ലാം തന്നെ സെക്രട്ടറിനെ ഏൽപ്പിക്കുകയും പിന്നീട് സെക്രട്ടറിന ഹെയ്നെ കാണുവാനായിട്ട് എത്തിയ സമയത്ത് അതെല്ലാം തന്നെ ഹെയ്നെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹെയ്നും ഹിനുവും കൂടി ചേർന്നിട്ട് ആ പേപ്പേഴ്സ് എല്ലാം തന്നെ യോജിപ്പിച്ച് വെച്ചിട്ട് എന്തൊക്കെയാണ് ഉൺസിംഗ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്നും കണ്ടെത്തി. അങ്ങനെ ആയിരുന്നു അവർക്കും ഉൺസിംഗ് ഇപ്പോൾ ചെയർമാന്റെ പണത്തിന് പിന്നാലെയാണെന്നുള്ള കാര്യമൊക്കെ മനസ്സിലാകുന്നത്. അതായത് ഉൺസിംഗിന് കുറച്ചുകൂടി സ്റ്റോക്സ് ഒക്കെ മേടിച്ചാലേ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ സ്റ്റോക്സ് മേടിക്കണമെങ്കിൽ പണം വേണം. ആ ഒരു പണത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയർമാന്റെ സീക്രട്ട് ആയിട്ടുള്ള ഫണ്ടൊക്കെ അന്വേഷിച്ച് നടക്കുന്നതും. നിങ്ങൾ എന്തായാലും എന്നെ സഹായിച്ചേ പറ്റൂ. ഉൺസിംഗ് ആ ഒരു പണം കണ്ടെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ എനിക്ക് ആ ഒരു പണം കണ്ടെത്തണമെന്ന് ഹ്യുനുവും അവരെ അറിയിക്കുന്നു. ഞാൻ വ്യോമചയുടെ കൂടെ നിന്നു എന്നത് സത്യം തന്നെയാണ്. വ്യോമച എന്റെ കയ്യും കാലും പിടിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കുറച്ച് സഹതാപമൊക്കെ തോന്നിപ്പോയി. പക്ഷെ യഥാർത്ഥത്തിൽ അധികാരവും പണവും എവിടെയാണോ ഉള്ളത് അവിടെ ആയിരിക്കും ഞാൻ നിൽക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ക്വീൻ ആയിട്ടുള്ളത് തന്നെ നിങ്ങളാണ്. നിങ്ങൾ എന്നെ സിഇഒ ഒന്നും ആക്കേണ്ട, മറിച്ച് നിങ്ങളുടെ ഒരു ജോലിക്കാരിയാക്കി എന്നെ മാറ്റിയാൽ മതിയെന്നാണ് ഗ്രേസ്കോയും ഇപ്പോൾ സോൽഹിയുടെ അടുത്ത് പറയുന്നത്. ഇപ്പോൾ ചെയർമാനെയും തിരിച്ച് പുള്ളിയുടെ ശരിക്കുമുള്ള റൂമിലേക്കൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ പുള്ളി സ്ഥിരമായിട്ട് ഗെയിം കളിക്കുന്ന സ്ഥലമൊക്കെ കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിനും ഒരു പേടിയൊക്കെ തോന്നുകയാണ്. അത് മനസ്സിലാക്കുന്ന സ്യോൽഹിയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പുറത്താക്കുന്നു. നിങ്ങൾക്കപ്പോൾ ശരിക്കും ഓർമ്മകളൊക്കെ തിരിച്ചു കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ എന്റെ പേരിൽ ഉണ്ടായിരുന്ന ആ ഒരു പണമൊക്കെ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് മാറ്റിയിരിക്കുന്നതെന്നൊക്കെയാണ് സ്യോൽഹിയും അയാളോട് ചോദിക്കുന്നത്. പ്രൈവറ്റ് ഡിറ്റക്റ്റീവും അതുവഴി ഒരു ഡ്രോൺ ഒക്കെ പറത്തുന്നുണ്ടായിരുന്നു. സ്യോൽഹി അത് കാണുകയും കർട്ടനൊക്കെ അടയ്ക്കുകയും ചെയ്യുന്നു. നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം തന്നെ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് വ്യോംചനെ അറിയിക്കുമ്പോഴത്തേക്കും തുടർന്നും അവളെ ഫോളോ ചെയ്യണമെന്നായിരുന്നു വ്യോംചയുടെ ഓർഡർ. കൗൺസിലറുടെ വീടിന്റെ മുമ്പിലൂടെ പോകുന്ന വ്യോംചയും അകത്തേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും അവനും അവിടെ ഒരു ബുക്കൊക്കെ വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു. അവൻ ഇട്ടിരുന്നതും ഒരു ബനിയനൊക്കെയാണ്. രാവിലെ ആകട്ടെ ഇത്രയും ശരീരവും കാണിച്ചുകൊണ്ട് ഇവൻ എന്തിനാണ് ഇരിക്കുന്നതെന്നൊക്കെ വ്യോംചയും സംശയിക്കുന്നു. എല്ലാവരും എന്നെ നോക്കിക്കോ, എന്നെ കാണുവാൻ സുന്ദരനാണ്, എനിക്ക് നല്ല ബോഡിയാണ് ഉള്ളതെന്നൊക്കെയാണോ ഇവനെ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ വ്യോംചെ ഓർത്തുകൊണ്ട് അവനെ ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്കും അവനും അതൊക്കെ കാണുകയാണ്. വ്യോംചയും അപ്പോൾ തന്നെ ഒളിച്ചുമിരിക്കുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൗൺസിലറും വെളിയിലേക്കൊക്കെ ഇറങ്ങി വരികയാണ്. മാത്രമല്ല അവനും അവൾക്ക് ഒരുപാട് മൽബറീസ് ഒക്കെ നൽകുന്നു. ഇത് സ്ത്രീകൾക്ക് നല്ലതാണെന്ന് പറഞ്ഞ് അത് കൊടുക്കുമ്പോഴത്തേക്കും എത്ര പണം വേണമെന്നൊക്കെ വ്യോംചയും തിരിച്ച് അവനോട് ചോദിക്കുന്നു. പക്ഷെ കൗൺസിലർ ആകട്ടെ പണത്തിന് വേണ്ടിയല്ല അത് നൽകിയതെന്നൊക്കെ പറയുകയാണ്. ഞാനിപ്പോൾ ഈ ഒരു മൽബറികൾ മേടിച്ചു എന്ന് വെച്ച് നിന്റെ പ്രണയം സ്വീകരിച്ചു എന്നല്ല അതിന്റെ അർത്ഥമെന്ന് വ്യോമിച്ചു പറയുമ്പോഴത്തേക്കും നിന്റെ സ്വഭാവം ഞാൻ പറയട്ടെ. നീ സാധാരണഗതിയിൽ ആരുടെയും അടുത്ത് നിന്റെ ഇമോഷൻസ് ഒന്നും തുറന്നു പറയാറില്ല. നിനക്ക് നല്ല രീതിയിലുള്ള മെമ്മറി ഒക്കെ ഉണ്ട്. നീ പുറമേക്ക് വളരെ ദുഷ്ടാണെന്നൊക്കെ തോന്നിക്കുമെങ്കിലും നീ ഉള്ളിൽ വളരെയധികം സോഫ്റ്റ് ആണ്. ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ എന്നൊക്കെ കൗൺസിലർ ചോദിക്കുമ്പോഴത്തേക്കും നീ എന്തിനാണ് എപ്പോഴും വീട്ടിലൊക്കെ ഇരിക്കുന്നത്, നിനക്ക് പണിക്കൊന്നും പോകേണ്ടേ എന്ന് വ്യോംശമി ചോദിക്കുന്നു. ലൈഫ് എന്നത് വളരെയധികം ചെറുതല്ലേ, അതുകൊണ്ട് തന്നെ ഞാനും സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞ് അവനും അകത്തേക്കൊക്കെ പോകുന്നു. അങ്ങനെ ഇരിക്കെ അവന്റെ വീടിനകത്തേക്ക് നോക്കുന്ന വ്യോംചയും അവനൊരു കർഷകനാണെന്നുള്ള കാര്യം മനസ്സിലാക്കുകയാണ്. അവനും എനിക്ക് വേണ്ടി ആയിരുന്നു ഇത്രയും മൽബറിയൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെന്ന് ഓർത്തുകൊണ്ട് വ്യോംചയും അതൊക്കെ കഴിച്ചു നടക്കുന്നു. യഥാർത്ഥത്തിൽ കൗൺസിലർക്ക് ആവശ്യമുള്ള മൽബറി എടുത്തിട്ട് ബാക്കിയുള്ള മൽബറി എല്ലാം തന്നെ എല്ലാവർക്കും നൽകുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അമ്മയ്ക്കും ഒരുപാട് മൽബറിയൊക്കെ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ അമ്മയും ചേച്ചിയും കൂടി അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രഹസ്യമായിട്ട് രണ്ടുപേര് വന്ന് അവരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. ഹ്യുനുവിനെയും ആരോ ഫോളോ ചെയ്യുന്നതായിട്ടൊക്കെ അവന് ശ്രദ്ധിക്കുകയാണ്. പിന്നീടാകട്ടെ ഇപ്പോൾ രണ്ട് ഫാമിലിയും കൂടി ഒന്നിച്ചൊരു റെസ്റ്റോറന്റിലൊക്കെ ഫുഡ് കഴിക്കുവാനായിട്ടും എത്തിയിരിക്കുന്നു. സാധാരണഗതിയിൽ ഞങ്ങൾ ഓരോ വിശേഷ ദിവസം വരുമ്പോഴും ഇതുപോലെ ഒന്നിച്ചു കൂടി ഫുഡൊക്കെ കഴിക്കാറുണ്ട്. ബർത്ത്ഡേ ആയിക്കോട്ടെ, ഗ്രാജുവേഷൻ ആയിക്കോട്ടെ, പുതിയൊരു ജോലി കിട്ടിയ സന്ദർഭമായിക്കോട്ടെ, അങ്ങനെ ഏത് സന്ദർഭത്തിലും ഞങ്ങൾ ഇതൊക്കെ ആഘോഷിക്കാറുണ്ടെന്നൊക്കെ ഹ്യുനുവിന്റെ അച്ഛനും പറയുന്നു. ഞങ്ങൾ എപ്പോഴും മീറ്റൊക്കെ കഴിച്ചിട്ടാണ് ആഘോഷിക്കുന്നത്. ഇപ്പോഴും മീറ്റൊക്കെ കഴിച്ചുകൊണ്ടാണ് ഹെയ്നെ ഡിസ്ചാർജ് ചെയ്തതും ആഘോഷിക്കുന്നതെന്നൊക്കെ അച്ഛൻ പറയുമ്പോഴത്തേക്കും എന്റെ ബർത്ത്ഡേക്ക് നമ്മൾ സാധാരണ ചൈനീസ് ഫുഡ് ഒക്കെയാണല്ലോ കഴിക്കാറുള്ളതെന്നൊക്കെ ചേട്ടനും ചോദിക്കുകയാണ്. ഹെയ്ന്റെ ആഘോഷമല്ലേ, അതുകൊണ്ട് തന്നെ ഞാൻ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്തോളാം എന്ന് പറഞ്ഞ് അച്ഛനും ഇപ്പോൾ മീറ്റൊക്കെ ഗ്രില്ല് ചെയ്യിക്കുകയാണ്. സൂചോളും ചേട്ടന്റെ കയ്യിൽ നിന്നും
മീറ്റ് ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് തനിയെ ചെയ്യുന്നു. WBCയുടെ കൗണ്ടൊക്കെ എത്ര ഉണ്ടായിരിക്കണമെന്നാണ് നിന്നോട് ജർമ്മനിയിലെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴത്തേക്കും അവളും 4000 മുതൽ 10,000 വരെ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ അറിയിക്കുന്നു. പക്ഷേ ജർമ്മനിയിലിരുന്ന സമയത്തും ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ട് അവൾക്ക് 1500 എന്ന അളവായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും ഒരുപാട് മാറ്റം വന്ന് 3000 ആയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുകയാണ്. നല്ല രീതിയിൽ പ്രോട്ടീൻസും വൈറ്റമിൻസ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ അവൾക്ക് അതും ശരിയായിക്കോളും. ഞാൻ അവളുടെ ഡയറ്റ് പ്ലാൻ എല്ലാം തന്നെ നോക്കിക്കോളാമെന്ന് അമ്മയും അറിയിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുപാട് ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. സൂച്ചോളും അവൾക്ക് കഴിക്കുവാനായിട്ട് ഫുഡൊക്കെ നൽകുന്നു. പിന്നീട് ഹ്യുൻവു ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആയിരുന്നു അവിടേക്ക് ഹെയിൻ കൂടി കയറി വരുന്നത്. ഡ്രയർ വർക്കാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവൾ എത്തിയിട്ടുമുണ്ടായിരുന്നത്. നമുക്ക് പുതിയൊരു ഹെയർ ഡ്രയർ ഒക്കെ മേടിച്ചാലോ എന്നൊക്കെ ഹിനു ചോദിക്കുമ്പോഴത്തേക്കും നിനക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് നന്നായി തന്നെ മുടിയൊക്കെ ഡ്രൈ ചെയ്യുവാനായിട്ട് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ പുതിയത് മേടിക്കേണ്ട കാര്യമില്ല. എപ്പോഴും എനിക്ക് മുടി ഡ്രൈ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ നിന്റെ അടുത്തേക്ക് വരാം, നീ ഇതൊക്കെ എനിക്ക് വേണ്ടി ചെയ്തു തന്നാൽ മതിയെന്ന് ഹെയ്നും അവനെ അറിയിക്കുന്നു. ഇന്നലെ കുറച്ചു നേരത്തേക്ക് എനിക്ക് സൂചോൾ ആരാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഡോക്ടറിന്റെ പേര് ഓർത്തെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഡോക്ടറും എന്നോട് ഇതുപോലെ മെമ്മറി ലോസും മറ്റുമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാനത് ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ പതിയെ പതിയെ വന്നു തുടങ്ങുന്നത്. ഇനി ഇതിൽ കൂടുതലായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ വരുവാനായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നീ ഇനിയും എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയുകയില്ല. ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് മാത്രം നീ എന്നെ കണ്ടാൽ മതി. എനിക്ക് അസുഖമൊക്കെ കൂടുമ്പോഴത്തേക്കും നീ എന്നെ ഉപേക്ഷിച്ച് പോകണമെന്നതാണ് എന്റെ ആഗ്രഹമെന്ന് ഹെയ്നും അറിയിക്കുന്നു. ഡാഹൈ ഗെയിമിലൊക്കെ കയറി കഴിയുമ്പോഴത്തേക്കും സൂചോളും ഗെയിമിൽ നിന്നും പോയിട്ടുണ്ടായിരുന്നു. അവൻ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാക്കുക എന്നൊക്കെ അവൾ ഓർത്തതിന് ശേഷം കോളിംഗ് ബെല്ലിന്റെ ശബ്ദമൊക്കെ കേട്ട് ഡോർ തുറക്കുമ്പോഴത്തേക്കും അപ്പുറത്തുണ്ടായിരുന്ന ആളെ കണ്ട് അവളും ആകെ ഞെട്ടുന്നു. ചേട്ടന്റെ ഒപ്പം ഇരുന്ന് മദ്യപിക്കുന്ന സൂചോളാകട്ടെ ഇപ്പോൾ ചേട്ടനോട് തന്നെ ബോക്സിംഗ് ഒക്കെ പഠിപ്പിക്കാമോ എന്ന് ചോദിക്കുകയാണ്. നേരത്തെ മുൻസിങ്ങിനെ ഒന്ന് തല്ലുവാനൊക്കെ ശ്രമിച്ചപ്പോഴത്തേക്കും പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എന്റെ ഫാമിലിനെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ട് ഞാൻ ബോക്സിംഗ് പഠിച്ചേ മതിയാകുമെന്ന് സൂചോൾ പറയുമ്പോഴത്തേക്കും ചേട്ടനും അവനെ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരാളെ തോൽപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു സിംഗിൾ പഞ്ച് ഉണ്ട്, അതൊക്കെ നിന്നെ ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനും ഇപ്പോൾ സൂചോളിന്റെ ഒപ്പമൊക്കെ നിൽക്കുകയാണ്. സൂചോളിന്റെ ഒരു ഇടിയൊക്കെ കൊള്ളുമ്പോഴത്തേക്കും ചേട്ടനും മറിഞ്ഞടിച്ച് വീഴുന്നു. അതായത് ചേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ്, ആദ്യം അവർ നമ്മളെ തല്ലുമ്പോഴത്തേക്കും നമ്മൾ അത് ഓവർ റിയാക്ട് ചെയ്ത് വളരെയധികം വേദന എടുത്തു എന്നൊക്കെ കാണിക്കണം. അപ്പോഴാകട്ടെ അവർക്ക് വളരെയധികം കോൺഫിഡൻസ് കിട്ടും. നമുക്ക് ഇയാളെ സിമ്പിൾ ആയിട്ട് തോൽപ്പിക്കുവാൻ സാധിക്കുമെന്നൊരു വിശ്വാസമൊക്കെ അവരുടെ ഉള്ളിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും വേണം നമ്മളും അവർക്ക് ഒറ്റ പഞ്ച് കൊടുക്കുവാനെന്നാണ് ചേട്ടനും പറഞ്ഞു കൊടുക്കുന്നത്. ഹിമു ഇപ്പോൾ ഗ്രേസ് കോനെയും കൂടി വിളിപ്പിച്ചിരിക്കുകയാണ്. മുത്തശ്ശന്റെ സീക്രട്ട് ആയിട്ടുള്ള ഫണ്ടിനെ കുറിച്ചൊക്കെ ആയിരുന്നു അവരും ചർച്ച ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ മലേഷ്യയിലായിരുന്നു പണം ഉണ്ടായിരുന്നതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നതെങ്കിലും അത് അവിടെയല്ല, മറിച്ച് ഇവിടെ തന്നെയാണ് ഉള്ളത് എന്ന കാര്യമൊക്കെ ഹ്യുനുവും എല്ലാവരെയും അറിയിക്കുന്നു. എങ്ങനെ വന്നാലും മുത്തശ്ശന പണമൊക്കെ സ്യോൽഹിയുടെ പേരിലായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും സ്യോൽഹിയും മുത്തശ്ശനോട് ആ പണമൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായി തന്നെ ഗ്രേസ്കോ ഒളിഞ്ഞും കേട്ടു. ഇപ്പോൾ ഗ്രേസ്കോയും ആ ഒരു കാര്യങ്ങളൊക്കെ അവരോടും പറഞ്ഞു കൊടുക്കുന്നു. ഗ്രേസ്കോയും ഇപ്പോൾ ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഒരു കമ്പനിയിൽ പണം ഉണ്ടാക്കുമെന്ന സംശയമായിരുന്നു ഗ്രേസ്കോയ്ക്കും ഉണ്ടായിരുന്നത്. മുത്തശ്ശന് വന്നിട്ടുണ്ടായിരുന്ന ലെറ്റേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ ഉൻസിങ്ങിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടെ ട്രസ്റ്റ് സ്റ്റോറേജ് എന്ന് പേരുള്ള ഒരു കമ്പനിയിൽ നിന്നും വന്ന ലെറ്റർ കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു കമ്പനിയുടെ മുമ്പിലാണ് ഹെയിന്റെ ഫാമിലി നിൽക്കുന്നതും. ഗ്രേസ്കോയിനെ തനിച്ചു വിട്ടാൽ കാര്യം നടക്കുകയില്ല എന്നൊക്കെ തോന്നിയിട്ട് ഇപ്പോൾ ഹെയിന്റെ ഫാമിലി ആകട്ടെ വേഷം മാറിയാണ് എത്തിയിട്ടുമുള്ളത്. ഈ ഒരു വേഷത്തിൽ ഞങ്ങളെ ഒരിക്കലും ആർക്കും തിരിച്ചറിയാൻ കഴിയുകയില്ല എന്നാണ് അവർ പറയുന്നതും. ഗ്രേസ്കോ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് എന്നും അവർ 5 പേരും ബിസിനസിന് വേണ്ടി ഒരു ഗോഡൌൺ ഒക്കെ അന്വേഷിച്ച് നടക്കുന്നവരാണെന്നുള്ള രീതിയിലാണ് സ്റ്റാഫിന്റെ അടുത്തും അവർ ചെല്ലുന്നത്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും വലിയ വാർ ഹൗസ്, നിങ്ങൾ ഇവിടെ എന്താണ് ശേഖരിക്കുവാനായിട്ട് പോകുന്നതെന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ ഗോൾഫ് എന്നും ആന്റി ക്ലോത്ത്സ് എന്നും പറയുകയാണ്. ഇവരാകട്ടെ ഗോൾഫിന്റെ സാധനങ്ങളും ഡ്രസ്സും ഒക്കെ വിൽക്കുന്നവരാണ്, അതുകൊണ്ട് തന്നെ അത് സ്റ്റോർ ചെയ്യുവാനായിട്ടാണ് ഈ ഒരു കെട്ടിടമൊക്കെ വേണ്ടതെന്നാണ് ഗ്രേസ്കോ പറയുന്നതും. മാത്രമല്ല സൂചോൾ അതൊന്നും ഇടാതിരിക്കുവാനായിട്ട് ഇവൻ ചൈനക്കാരനാണ്, അവന് ചൈനീസ് ഭാഷ മാത്രമേ അറിയിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നു. എങ്കിൽ പോലും സൂചോളും ചൈനീസിലൊക്കെ സംസാരിക്കുന്നുമുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന ആൾക്കാരാകട്ടെ ഇവിടെ കുറെ അധികം ആർട്ട് വർക്ക്സ് ഒക്കെ ആയിരുന്നു സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നെന്നാണ് അയാളും പറഞ്ഞു കൊടുക്കുന്നത്. അതൊന്നും തന്നെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടേതായിരുന്നില്ല, പുതിയതായിട്ട് വർക്ക് ചെയ്യുവാനായിട്ട് തുടങ്ങിയ ആളുകളുടേതായിരുന്നു. പക്ഷെ പിന്നീട് അതെല്ലാം തന്നെ ഫേമസ് ആയി മാറി. ഇപ്പോൾ ആകട്ടെ 20 തൊട്ട് 30% വരെ കൂടുതൽ വിലയിലേക്ക് അത് വിൽക്കുവാനും സാധിക്കുമെന്നൊക്കെ അയാളും പറഞ്ഞു കൊടുക്കുന്നു. അവരും കൂടുതലായിട്ട് ആ ഒരു ആർട്ട് വർക്ക്സ് ഒക്കെ കാണണമെന്ന് പറഞ്ഞ് പോകുകയാണ്. ഹ്യുൻവു ഇപ്പോൾ ആ ഒരു സ്റ്റോറിന്റെ അകത്തൊക്കെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉൻസെങ് ആകട്ടെ ആ ഒരു കമ്പനിയിലേക്കൊക്കെ കോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും എല്ലാ കോൾ കണക്ഷൻസും
ഹ്യുനുവും ഇല്ലാതാക്കിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഹ്യുനുവ ആകട്ടെ നേരത്തെ മെമ്മറി കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരാളുണ്ടല്ലോ, അയാളെയും കൂട്ടിക്കൊണ്ടാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റത്തിലെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യുന്നത്. മുത്തശ്ശന്റെ കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ എല്ലാ ആർട്ട് വർക്ക്സും മേടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ സാധാ വിലയിൽ നിന്നും വളരെയധികം വിലയൊക്കെ കൂട്ടിയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചത് കൊണ്ട് തന്നെ ആ വഴിയെ കുറെ പണമൊക്കെ പോയിട്ടുണ്ടെന്നാണ് തോന്നുന്നതെന്ന് ഹെയ്നും സംശയിക്കുന്നു. അതായത് പണം ഒളിപ്പിച്ചു വെക്കുവാനായിട്ട് കണ്ടെത്തിയ ഒരു മാർഗം മാത്രമായിരുന്നു അതെന്ന രീതിയിലാണ് അവർ വിചാരിക്കുന്നതും. അങ്ങനെ എല്ലാവരും തന്നെ മടിഞ്ഞും പോകുകയാണ്. ഇപ്പോൾ ഹെയ്നും ഹിൻവുവും ഒന്നിച്ചു നിൽക്കുന്നു. ഹ്യുൻവുവും ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും ഹെയ്നും ചെറുതായിട്ടൊന്ന് ഉറങ്ങുവാനൊക്കെ തുടങ്ങുന്നു. പക്ഷെ അപ്പോൾ തന്നെ ഹ്യുൻവുവും അവളുടെ അടുത്തേക്ക് എത്തുകയാണ്. ഹെയ്നും ഇപ്പോൾ അവൾക്ക് വിശക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ഒപ്പം കാറിൽ കയറി പോകുന്നു. പക്ഷെ അവരെ ഫോളോ ചെയ്തുകൊണ്ട് ഒരു വണ്ടിയും വരുന്നുണ്ടായിരുന്നു. ഹെയ്നും ആകെ പേടിച്ചൊക്കെ കാറിന്റെ അകത്ത് ഇരിക്കുമ്പോഴത്തേക്കും അവളും നമുക്ക് പോലീസിനെയൊക്കെ വിളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ആ കാറിന്റെ അകത്തു നിന്നും ഇറങ്ങി വരുന്നത് ഹിനു ആണെന്നുള്ള കാര്യമൊക്കെ ഹെയ്ൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്നും വന്നത് ഹിനു ആണെങ്കിൽ തന്റെ ഒപ്പമുള്ളത് ആരാണെന്നൊക്കെ ഹെയ്ൻ നോക്കുമ്പോഴത്തേക്കും അത് ഉൻസിങ് ആയിരുന്നു. പിന്നീട് എൻഡ് സീനൊക്കെ കാണിക്കുകയാണ്. ഹിനുവും ഫ്രണ്ടും കൂടെ ഒന്നിച്ചിരിക്കുമ്പോഴത്തേക്കും വന്നിരിക്കുന്ന കമന്റ്സിനെ കുറിച്ചൊക്കെ ഹിനുവിന്റെ ഫ്രണ്ടും ചർച്ച ചെയ്യുന്നു. ഹിനുവിനെ കുറിച്ച് പലരും മോശമായിട്ടൊക്കെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. പണത്തിന് വേണ്ടി മാത്രമാണ് ഹെയ്നെ വിവാഹം കഴിച്ചതെന്ന രീതിയിലായിരുന്നു കമന്റ്സ് എല്ലാം തന്നെ. പക്ഷെ അവനും അതൊന്നും തന്നെ കാര്യമാക്കുന്നില്ല. അങ്ങനെയിരിക്കെ ഹെയ്നെ കുറിച്ച് ചിലർ കമന്റ് ഇട്ടിരിക്കുന്നതൊക്കെ ഫ്രണ്ടും വായിച്ചു കളിപ്പിക്കുകയാണ്. അവൾ മരിക്കാൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞത് കള്ളമാണ് എന്ന രീതിയിലൊക്കെ അവളെ കുറിച്ച് കമന്റ്സ് ഒക്കെ ഇടുന്നത് കാണുന്ന ഹ്യുൻവുവും ഹെയ്നെതിരായിട്ട് മോശമായിട്ട് സംസാരിച്ച എല്ലാവർക്കും എതിരായിട്ട് കേസ് കൊടുക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അവനും അതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.